കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ജോഷിയച്ചൻ്റെ വിശ്വകുർബാനയിൽ ദർശനം കിട്ടുകയുണ്ടായി. 3 പേരെ കർത്താവ് കടബാധ്യതകളിൽ നിന്ന് മാറ്റുന്നു എന്ന് പറഞ്ഞു. അതിൽ ഒരു വ്യക്തി ഞാനായിരുന്നു. അത് യേശുവേ നന്ദി. ഞാൻ 4 വർഷമായി ഒരു കുടുംബശ്രീയിൽ നിന്ന് ഒരു ലോൺ എടുത്തിരുന്നു. അതെനിക്ക് 11 മാസമേ അടയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് എനിക്ക് ആ ലോൺ അടയ്ക്കുവാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 8-9 മാസത്തോളമായി ഞാനിവിടെ എല്ലാ തിങ്കളാഴ്ചയും ഇവിടുത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ ദിവസവും എപ്പം വന്നാലും ഞാൻ മാതാവിൻ്റെ നടയിൽ പോയി പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടുന്ന് തിരിച്ചു പോയപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വന്നത് കയ്യിലൊരു ബാഗും ചെറിയൊരു കൊന്തയുമായിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. അത് ഈ കൊന്തയായിരുന്നു. ഇവിടുന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ തിരിച്ചു ചെന്നപ്പോഴത്തേക്കിന് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ജോഷിയച്ചൻ്റെ വിശ്വകുർബാനയിൽ ദർശനം കിട്ടുകയുണ്ടായി. 3 പേരെ കർത്താവ് കടബാധ്യതകളിൽ നിന്ന് മാറ്റുന്നു എന്ന് പറഞ്ഞു. അതിൽ ഒരു വ്യക്തി ഞാനായിരുന്നു. അത് ആ സംഭവം ഞാൻ വീട്ടിൽ ചെന്നാണ് ഞാൻ തിരിച്ചറിയുന്നത്. ഞാൻ ഈ കടം വീട്ടാൻ വേണ്ടി ഞാൻ പലരോടും പൈസ ചോദിച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് ഞാൻ വീടിൻ്റെ സിറ്റ് ഔട്ട് അല്ലെങ്കിൽ ഇരിക്കുമ്പോഴത്തേക്കിന് എനിക്കൊരു കോൾ വന്നിട്ട് ചേച്ചി, എൻ്റെ ചേട്ടത്തിയായിരുന്നു വിളിച്ചത്. ചേട്ടത്തി എന്നോട് ചോദിച്ചു, നിനക്ക് പൈസ ശരിയായോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. സങ്കടത്തോടെ ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. 1,00,000 രൂപ നിൻ്റെ അക്കൗണ്ടിൽ നാളെ വരും എന്ന് പറഞ്ഞു. മാതാവ് എന്നെ അങ്ങനെ സഹായിച്ചു. അതുകൂടാതെ പിറ്റത്തെ ദിവസം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചു ചോദിച്ചു, നിങ്ങളുടെ പൈസ മൊത്തം അടച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് 1,00,000 രൂപയെ ശരിയായുള്ളൂ, 1,00,000 രൂപയും കൂടെ ആകണമെന്ന് പറഞ്ഞു. 2,12,750 രൂപയായിരുന്നു ഞാൻ ലോൺ എടുത്തിരുന്നത്. എനിക്ക് പലിശയുടെ പലിശയായിട്ട് വന്നപ്പോൾ 2,04,000 രൂപയോളം എനിക്ക് കുടിശ്ശിക വന്നു. അപ്പോൾ എനിക്ക് ഭർത്താവിൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചു വെച്ച് പറയുകയാണ്, 1,00,000 രൂപയോളം നിങ്ങളുടെ അക്കൗണ്ടിൽ വരും, നീ പെട്ടെന്ന് കൊണ്ട് ലോൺ അടച്ചോളാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ശനിയാഴ്ചക്കകം അടയ്ക്കാമെന്നായിരുന്നു അവരോട് പറഞ്ഞിരുന്നത്. അത് IMS അമ്മയും തിരുക്കുമാരനും എനിക്കത് സാധിച്ചു തന്നതിന് ഓടാനുകൂടി നന്ദി ഞാൻ പറയുന്നു. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ ഒത്തിരി നന്ദി, അമ്മ എനിക്കത് അടയ്ക്കാൻ പറ്റി. ഞാനിവിടെ വരുന്നതിൻ്റെ ഫലമായിട്ടാണ് എനിക്കത് സാധിച്ചു തന്നത്. ഞാൻ അമ്മയോട് പറഞ്ഞു, ഒത്തിരി നന്ദിയുണ്ട് അമ്മയ്ക്ക് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത്. ജെറമിയായുടെ പുസ്തകം 31:9. കണ്ണീരോടെയാണ് അവൻ വരുന്നത്, എന്നാൽ ഞാൻ അവനെ ആശ്വസിപ്പിച്ച് നയിക്കും. അവൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും. അവരുടെ വഴി സുഗമമായിരിക്കും, അവർക്ക് കാലിടറുകയില്ല. എന്നാൽ ഞാൻ ഇസ്രായേലിൻ്റെ പിതാവാണ്. കടബാധ്യത മൂലം അങ്ങേയറ്റം വേദനിച്ച ഈ ജൂൺ മാസം അവസാനത്തിൽ അത് അടച്ചില്ല എങ്കിൽ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോകുമായിരുന്നു. ഇവിടെ വന്ന ബഹുമാനപ്പെട്ട ജോഷിയച്ചൻ്റെ മുന്നിൽ ഈ വേദന പങ്കുവെക്കുകയും അച്ഛൻ്റെ പ്രാർത്ഥനാ സഹായം യാചിക്കുകയും ചെയ്തുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയപ്പോൾ ആ തിങ്കളാഴ്ച തന്നെ ലഭിച്ച വലിയ അനുഗ്രഹമാണ്. ചോദിച്ചിട്ട് ആദ്യം തരില്ല എന്ന് പറഞ്ഞ വ്യക്തി പോലും പൈസ അക്കൗണ്ടിൽ ഇട്ടുകൊടുത്തു. ഇത്രയും വലിയ ഒരു അനുഗ്രഹം ആ കുടുംബത്തിന് കൊടുത്ത IMS അമ്മയുടെ മാധ്യസ്ഥത്തെയും തിരുക്കുമാരനെയും ഓർത്തുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ